എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണത്തിന് നമ്മൾ സദ്യ മേടിച്ചിരിക്കുന്നത് ഹോട്ടലിൽ നിന്നാണ് വന്നത്. എൻ്റെ അമ്മ എന്ന ഹോട്ടൽ വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്ന പാഴ്സലാണ്. 6 പേർക്കുള്ള ഓണസദ്യയാണ്. നമുക്കിന്ന് പൊട്ടിച്ച് നോക്കാം. 2 പാക്കറ്റ്, ഒരു പാക്കറ്റിനകത്ത് 3 പേർക്കുള്ളൂ. അങ്ങനത്തെ 2 പാക്കറ്റാണ്. ജോജി ഒന്ന് എടുത്ത് കാണിച്ചേ. 2 പാക്കറ്റ് കണ്ടോ. അപ്പോൾ നമുക്ക് അച്ചാനെ കൊണ്ട് ഇതൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ടാക്കാം. കണ്ടോ, എൻ്റെ അമ്മ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ അമ്മയുടെ ഓണാശംസകൾ. അടിപൊളി പാക്കറ്റ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എഴുതി കൺസ്യൂം ബിഫോർ 2 PM കൺസ്യൂം ചെയ്യണം. ഇത് ഏതാണ്ട് 28 ഐറ്റത്തോളം ഉണ്ട്. 3 ടൈപ്പ് പായസം. കോട്ടയം കാരിത്താസിൻ്റെ അടുത്തുള്ള, കാരിത്താസിന് നേരെ ഓപ്പോസിറ്റ്, മാതാ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റുള്ള എൻ്റെ അമ്മയുടെ ഓണസദ്യയാണ്. അത് നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അച്ഛ ഒന്ന് വായോ. നമുക്ക് ഒന്ന് പൊട്ടിച്ച് എല്ലാവരും ഒന്ന് കാണിക്കാം എന്തൊക്കെ ഐറ്റംസാണ് ഇതിനകത്തുള്ളതെന്ന് കാണണ്ട. 3 പേർക്ക് ഇല ഉണ്ടെന്നൊക്കെ പറയാം. അച്ഛൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓണസദ്യ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അച്ഛൻ ഓപ്പൺ ചെയ്തു. മുറിച്ചോ മുറിക്ക്. ഇത് ഓപ്പൺ ചെയ്ത് തുറക്കാം. അടിപൊളി. ഇത് എല്ലാം പാക്കറ്റിനകത്ത് 3 പേർക്കിട്ടുള്ളതാണ് ഒരു പാക്കറ്റിനകത്ത്. വേഗം തുറക്കുക. ഓണസദ്യ വേഗം കഴിക്കണം. ചോറ് സെപ്പറേറ്റ്. എന്നാൽ ഓരോന്നെടുത്ത് കൊടുത്തേ. ഇങ്ങോട്ട് എടുത്ത് കൊടുത്ത്. നമ്മൾ മാറി മേടിച്ചേ. ഇല. ഇല 3 ഇലയുണ്ട്. 3 പേർക്കുള്ള വാഴയില. ഇങ്ങോട്ട് വെച്ചോ. അടുത്ത ചോറ് 3 പേർക്കുള്ള ചോറ്. എടുക്ക് ചോറെടുക്ക്. കറികളാ. അതെന്നാ കറികളാ? ഇത് കാണിച്ചേ. ഇഞ്ചിക്കറി. താട്ട് വെച്ചോ. അതെന്നാ? അത് അവിയലാണോ? അല്ല. ഹോറ. മധുരക്കറി. ഓക്കെ. അടുത്ത കറി ഏതാ? അവിയൽ. അവിയൽ. ഓക്കെ. അവിയലുണ്ട്. അവിയൽ. പുളിശ്ശേരി. ഓക്കെ. സാമ്പാർ. ഓക്കെ. 3 പേർക്കുള്ള സാമ്പാറാണ്. 3 പേർക്കുള്ള ഒരു ബോക്സിൽ 3 പേർക്കുള്ളതാണ് വന്നിരിക്കുന്നത്. അതെന്നാ? പരിപ്പൂറി ആയിരിക്കും. പരിപ്പ് പയറ്. തോരൻ കറി. കാബേജ് തോരൻ. ഓക്കെ. പിന്നെ എന്നാ? കാബേജ് തോരൻ. മോരുകറിയുണ്ട്. പുളിശ്ശേരിയുണ്ട്. പായസമുണ്ട്. പച്ചമോര്. ഇങ്ങനെ തരുന്നോണ്ട് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പായസം. വെള്ളപ്പായസം. അത് കാണിച്ചേ. വെള്ളപ്പായസം കാണിച്ചേ. കണ്ടോ, ആടപ്പുറം. അല്ല, വെള്ളപ്പായസമാണോ? പരിപ്പ് കറി. ഓക്കെ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കറ്റ്. പിന്നെ സാമ്പാർ. ഇത് ശർക്കര പായസം. അടപ്രഥമൻ. ആരാണ് വിളിച്ച്? ഇത് ബീറ്റ്റൂട്ട് തൈര്. ഓക്കെ. ബീറ്റ്റൂട്ട് തൈര്. ഇത് പാവയ്ക്ക കിച്ചടി. ഓക്കെ. ഇത് അവിയൽ. ചോറ്. ഇത്രയാണ് 3 പേർക്കുള്ള ഒരു ബോക്സിനകത്തുള്ള. ഓക്കെ. ചോറ് ഒരു ബോക്സ് പൊട്ടിച്ചപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ ഓണസദ്യക്ക് ഉള്ളത്. കണ്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് ഇലയിലോട്ട്, ഈ വാഴയിലോട്ട് വിളമ്പിയാൽ മതി. നമ്മുടെ സദ്യ എല്ലാം റെഡി. അപ്പം എൻ്റെ അമ്മയുടെ ഓണസദ്യയാണ് നമ്മൾ മേടിച്ചത്. ഒരു ബോക്സിനകത്ത് 3 പേർക്കുള്ള ഓണസദ്യയാണ് ഉള്ളത്. ഒരു അടിപൊളിയാണ്. ഒരു ഫാമിലിക്ക് ഈസി ആയിട്ട് ഓണം ഉണ്ണാൻ സാധിക്കും. അപ്പം 20 അടിപൊളി കറികളും ചോറും ട്യൂഷനിലയും എല്ലാം ഉണ്ട്. അപ്പം അച്ഛാ, അതിനകത്ത് ഓണ സ്പെഷ്യലൊക്കെ ഉണ്ട്. ഉപ്പേരിയൊക്കെ ഉണ്ട് അല്ലേ? അതിനകത്ത് അത് പൊട്ടിക്കാം. ഇതൊരു ബോക്സ് ഉണ്ട്. ഇത് എന്നാന്ന് നോക്കിയാലോ? അച്ഛന് സംശയം. ഇതിനകത്ത് എന്നാ നോക്കി കാണിക്കേ. അതെന്നാ നോക്കട്ടെ. ഒരു പാക്കറ്റും കൂടെ ഉണ്ട്. പപ്പടമായിരിക്കും. പപ്പടം.
അച്ചാറ് 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 അത് ഓരോ കറികളാണ്, ഓരോ കച്ചടിയുള്ള കറികളാണ്. അതിനകത്ത് കൊണ്ട് 3 പേർക്കുള്ള ഓക്കെ. അപ്പോൾ എല്ലാ കറികളുണ്ട്, 28 ഐറ്റംസും ഉണ്ട്, അതെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ കിച്ചടി എല്ലാം ഓരോരോ ചെറിയ ചെറിയ പാക്കറ്റിനകത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം പഴം വരെയുണ്ട്. പഴം കാണിച്ച്. പഴം വരെയുണ്ട്. 3 പഴം, പപ്പടം പായസം, ഓണസദ്യ, കെങ്കേമം. അപ്പോൾ അച്ഛൻ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ച്, കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പൈസ ആവും. ഉപ്പേരി ഉപ്പേരി അതെന്നാ നെയ്യ് പരിപ്പറില്ല, നെയ്യ് ഇറച്ചി സദ്യ കഴിക്കാനാ. അതാണ് സദ്യ കഴിക്കുന്നത്. നല്ല നല്ല നമ്പൂരിമാരൊക്കെ കഴിക്കുന്ന പോലെ നല്ലതായിട്ട് നെയ്യ് പാക്കറ്റ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല നമ്പൂരിമാരൊക്കെ കഴിക്കുന്ന പോലെ നല്ല നെയ്യൊക്കെ, പശുവിൻ്റെ നെയ്യൊക്കെ കൂട്ടി നല്ല അടിപൊളി. ഉപ്പ് വരെ അവർ പാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത് ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഓണം സദ്യക്കകത്ത് എൻ്റെ അമ്മയുടെ ഉള്ളത്. അത് പൊട്ടിച്ചോ? പപ്പടം. അത് ഇതിനകത്ത് പപ്പടം അല്ലേ? അപ്പോൾ അച്ഛൻ ഹാപ്പി അല്ലേ? പണികളൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് സദ്യ കിട്ടിയില്ലേ? ബോക്സിനകത്ത് വന്നില്ലേ? അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഇന്ന് 2-3 വിരുന്നുകാരും കൂടെ വരുന്നുണ്ട്. ഓണത്തിന് നമ്മുടെ കൂട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു ഓണസദ്യ കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ്. അച്ഛാ ഹാപ്പി അല്ലേ? പണിയൊന്നും ഇല്ലല്ലോ. ഇനി വിളമ്പിയാൽ മതി. അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ബോക്സ് വെച്ചാൽ മതി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 2 മണിക്ക് മുമ്പ് കഴിക്കണം. അപ്പോൾ അച്ഛൻ നല്ല ഹാപ്പി അല്ലേ? അച്ഛനപ്പോൾ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഒരുങ്ങി എല്ലാവർക്കും ഒക്കെ നന്നായിട്ടൊന്ന് വിളമ്പാൻ സഹായിക്കണം കേട്ടോ, വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടോ, എൻ്റെ അമ്മ കണ്ടോ, ഇതാണ് ബോക്സ് കണ്ടോ, എത്ര മനോഹരമാണ് ഓണാശംസകൾ അവരുടെ കണ്ടോ. 2 മണിക്ക് മുമ്പ് ഇത് കഴിച്ചു തീർക്കണം, അതാണ് അവർ എക്സ്പയറി പറയുന്നത്. അത് ഇവിടുത്തെ കറക്റ്റായിട്ട് ഇത് കൗണ്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൺസ്യൂം 2 PM, ബിഫോർ 2 PM, കൺസ്യൂം ബിഫോർ 2 PM. ഓക്കെ. അപ്പം അടിപൊളി. ഇത് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി ഇല വിരിച്ച് ഇലയിലോട്ട് വിളമ്പിയാൽ മാത്രം മതി അല്ലേ? നീറ്റാണ്, വേറെ ഒരു പണിയില്ല. അപ്പോൾ അച്ഛൻ ഹാപ്പി അല്ലേ? അച്ഛാ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ അച്ഛൻ വളരെ ഹാപ്പിയാണ്. അച്ഛാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഹാപ്പി ഓണം നേരത്തെ. അച്ഛാ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇങ്ങോട്ട് നോക്കി പറ. ഹാപ്പി ഓണം. അപ്പം ഞങ്ങളുടെ ഓണത്തപ്പ കൊടവയറ ഞങ്ങളുടെ ഓണത്തപ്പനാണ്. അച്ഛാ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അച്ഛൻ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്, ഞാനും എല്ലാം കൂടെ കൂടി തറക്കാം. ഓക്കെ, അടിപൊളി. ആ ബോക്സ് എടുത്ത് പിടിച്ച്. ബോക്സ് ഇനി 3 പേർക്കുള്ളത് നമ്മൾ വിളമ്പിയുള്ളത്. ഇനി 3 പേർക്കുള്ളത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഓണസദ്യ കഴിക്കാൻ വരുന്നവർക്ക് നമ്മൾ ഇതങ്ങ് കൊടുക്കും. ആദ്യം എടുത്ത് വെച്ച് ഇനി ഈ ബോക്സ് അടുത്ത 3 പേര് വരുമ്പോൾ ഈ ബോക്സ് പൊട്ടിക്കും. അപ്പോൾ ഓക്കെ അച്ഛാ, താങ്ക് യു. കാണിച്ചതിന് വളരെ നന്ദി. ഓണസദ്യ ഐറ്റംസ് എല്ലാം അച്ഛന് സമയമില്ലെങ്കിലും കാണിച്ചു. ഓക്കെ, ബൈ. ഇങ്ങോട്ട് നോക്കിയേ. ബൈ. ഹാപ്പി ഓണം. ഓണസദ്യ അങ്ങനെ വിളമ്പുകയായി. അച്ഛൻ ഇല വേണ്ട, അച്ഛൻ ഇല പ്ലേറ്റിലാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ പ്ലേറ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി ഓണസദ്യയാണ്. 28 കൂട്ടമുണ്ട്. നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നു. ഇത് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിപ്സ്, ഇത് പുളിശ്ശേരി, പായസം, 3 ടൈപ്പ് പായസം, ചോറ്, മാങ്ങാച്ചാറ്, പപ്പടം, ചിപ്സ്, ജോജി വിളമ്പുന്ന ഓണത്തിലിപ്പോഴും. അപ്പം ഞാനന്ന് ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ഓണം. അച്ഛാ ഹാപ്പി ഓണം. പപ്പടം ഹാപ്പി ഓണം. തോസുട്ടി ഹാപ്പി ഓണം. അച്ഛാ നോക്ക്, ഹാപ്പി ഓണം എല്ലാവർക്കും. ഇങ്ങനെ നോക്ക്, സബ്സ്ക്രൈബേഴ്സിനെ നോക്കിയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. അച്ഛൻ തകർത്ത് കൊണ്ടുപോകണം. സാമ്പാർ എല്ലാം കൂട്ടി, പുളിശ്ശേരി, എലിശ്ശേരി എല്ലാം ഉണ്ട്. അവിയല്, 3 ടൈപ്പ് പായസം. എൻ്റെ അമ്മയുടെ ഓണസദ്യയാണ് കഴിക്കുന്നത്. അല്ല തോമസുട്ടി എങ്ങനെയുണ്ട് എൻ്റെ അമ്മയുടെ ഓണസദ്യ? സൂപ്പർ. എങ്ങനെയുണ്ട് അച്ഛാ? ഇങ്ങോട്ട് നോക്കിയേ. സൂപ്പർ. ഇവത്തലോട്ട് ക്യാമറയിലോട്ട് നോക്ക്. ചിരിച്ചേ. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.
അപ്പോൾ വിളമ്പെന്ന് കാണിക്കാം. എന്നാൽ ഞാനൊന്ന് ഇരുന്നോട്ടെ. ജോജി കിട്ടോ ഇനി വന്നേ. കൊച്ചിനെ എന്നാ കാണണ്ടേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് ദേ പാവം പായസമൊക്കെ എടുത്തോണ്ട് വരുവാണ്. ദേ നല്ല ദേ പായസം എടുത്തോണ്ട്. ജോജിനെ ഒന്ന് കാണിച്ചടാ. ആ അവനാണ് വിളമ്പി തരുന്നത്. അവൻ ആദ്യം കൊണ്ട് ഞങ്ങൾ ചേട്ടായിക്ക് വിളമ്പി തരാമോ? എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൊടുക്കാവോ? ഹാപ്പി ഓണം. ആ ഓക്കെ, ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ ഇരിക്കുവാണേ. അച്ഛൻ കഴിച്ചു തുടങ്ങി, ഞാൻ അന്ന് ഇരിക്കുവാണേ. അപ്പോൾ ഞാൻ കഴിക്കുന്ന എൻ്റെ വിദേശത്തൊക്കെ ആയിരിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. ഇവിടെ വരുവാണെങ്കിൽ സദ്യ തരാം. അപ്പോൾ കോട്ടയത്തൊക്കെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ സദ്യ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ കഴിക്കുന്നതും വിളമ്പുന്നതും ഒക്കെ നമുക്ക് വീഡിയോക്കകത്ത് കാണാം. ഓക്കെ, അതെ നന്നായിട്ട് വിളമ്പി കൊടുക്കുന്നു കണ്ടോ. യോജി താമസിക്ക് നന്നായിട്ട് വിളമ്പി കൊടുക്കുന്നു. അച്ഛനും വിളമ്പി കൊടുക്കുന്നു. ഇനി ഞാൻ കഴിക്കാൻ പോവാണേ. ആ വരുവാ. ആ ഇത് എൻ്റെ ഇല ഇത് വെച്ച് തുടങ്ങി. ഏതാണ്ട് ഉപ്പേരിയും പിന്നെ ഇതാ സാധനത്തിന് ചക്രവരട്ടിയും വെച്ച്. ഇത് നല്ല തൂശനില, അതെ നല്ല വാഴയില കണ്ടോ, കളർഫുള്ളായി. അങ്ങനെ ഓണം തകർക്കുവാണ്. മാങ്ങാച്ചാർ അതെ അച്ഛൻ അവിടെ തകർക്കുവാണ്. ഓരോ പാത്രം പൊട്ടിച്ച് അടിച്ച് തകർക്കുവാണ് കണ്ടോ. അച്ഛൻ അടിച്ച് തകർക്കുവാണ്. അടിച്ച് തകർക്കുക. പായസമൊക്കെ അടിച്ച് കയറ്റുവാണ്. സാമ്പാർ അച്ഛൻ കഴിക്കുന്നത് കാണട്ടെ. ആ എല്ലാ കറിയും കൂടെ ഇളക്കിയിട്ടിട്ടാണ് കഴിക്കുന്നത്. ആ അടിപൊളി. എന്നാ ജോജിയും കഴിച്ചു. ഇനി ഞാനിന്ന് ഇരിക്കുവാണ്. ജോജിൻ്റെ 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം കഴിച്ച് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് പൊൻകുന്നം മണിമല കാഞ്ഞിരപ്പള്ളിയൊക്കെ ഒന്ന് പോകണം. അപ്പം വേഗം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഓണസദ്യ അടിപൊളി, സൂപ്പറല്ലേ അച്ഛാ? സൂപ്പർ. വെണ്ണയൊക്കെ ഒഴിച്ച് കഴിച്ചാണോ? പാലിൻ്റെ പശുവിൻ്റെ നെയ്യൊക്കെ ഒഴിച്ച് കഴിച്ചോ? ഓക്കെ, ഓരോ കറികളായിട്ട് ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നു. തൊടുകറി അല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ അമ്മ ജോയിൻ എനിക്കൊന്ന് വിളമ്പിക്കറാ. നീ കഴിച്ചല്ലോ, വാ. എൻ്റെ അമ്മയുടെ കഴിച്ചിട്ട് എനിക്ക് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പോകണം. ഓക്കെ.